വടകര MDMA കേസിൽ മുൻ അധ്യാപിക കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി. പ്രധാന പ്രതിയായ സുൽത്താൻ ബത്തേരി സ്വദേശിയെ കണ്ടെത്താൻ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യൽ ഉപകരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ താൻ ലഹരി കച്ചവടത്തിന്റെ കണ്ണിയല്ലെന്ന് കീർത്തന മാധ്യമങ്ങളോട് പറഞ്ഞു. മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച വടകര MDMA കേസിൽ അധ്യാപികമാരിൽ ആദ്യം പിടിയിലായ കീർത്തനയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം NDPS കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിച്ച കോടതി കീർത്തനയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. കേസിലെ പ്രധാന പ്രതിയായ സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബുവിനെ കണ്ടെത്താൻ കീർത്തനയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതുവരെ പിടിയിലായവരിൽ ഏറ്റവും കൂടുതൽ തവണ ഷിൻഡോയെ ബന്ധപ്പെട്ടത് കീർത്തനയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പിടികൂടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇരുവരും സംസാരിച്ചതിന്റെ ഫോൺ രേഖകളും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാളെ വൈകിട്ട് 5 വരെ കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. എന്നാൽ കേസുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നും പോലീസുകാർ കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കുകയാണെന്നും കീർത്തന മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കുള്ള 2 അക്കൗണ്ടുകളും മൈനസ് ബാലൻസിലാണ്. ലക്ഷങ്ങളുടെ ഇടപാട് നടന്നുവെന്ന ആരോപണം കള്ളമാണെന്നും കീർത്തന വ്യക്തമാക്കി. കോടതിയിൽ നിന്നും പുറത്തിറക്കുന്നതിനിടെയായിരുന്നു പ്രതികരണം. കസ്റ്റഡിയിലുള്ള കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കും പണമെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ ഷിൻഡോയുമായി അടുപ്പമുണ്ടാക്കിയതെന്നും ആരൊക്കെയാണ് ATM ഉപയോഗിച്ച് പണം പിൻവലിച്ചതെന്നും കണ്ടെത്താനാണ് പോലീസിന്റെ ആദ്യ നീക്കം. ഇതിനായി കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷമാകും മറ്റു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് മലയാളം, കോഴിക്കോട്.